ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ് കേട്ടോ. മുത്തബക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചില ഭാഗത്തൊക്കെ മുർത്തബക്ക് എന്നാണ് ഇത്ര പറയാറ്, പക്ഷെ നമ്മുടെ ഈ ഏരിയയിൽ കോമൺ ആയിട്ട് മുത്തബക്ക് തന്നെയാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റിലും പെർഫെക്റ്റിലും ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൂടെ വെക്കാം. ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മുത്തബക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോ ആണ് നമ്മൾ ചെയ്തിട്ട് എടുക്കുന്നത്. മൈദ വെച്ചിട്ടുള്ളൊരു ഡോ ആണ് കേട്ടോ. ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് ഇത്രയും മുത്തബക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഡോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് 2 കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ 250 ml 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്തിട്ട് കൊടുക്കാം. കൂടെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിനെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഞാനിന്നിപ്പം നോർമലായിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഈ ഒരു ഡോ നല്ലപോലെ സോഫ്റ്റായാൽ മാത്രമേ നമ്മൾ മുത്തബക്ക് ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 5-6 മിനിറ്റെങ്കിലും നന്നായിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് കൊടുക്കാം. കാരണം നമ്മളിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞ് വരുമ്പം ഇതിൻ്റെ മുകൾ വശം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇനി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ഒന്ന് അരിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം, ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പം നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ള ചിക്കനാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. ഒരു 150 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് നല്ലപോലെ കഴുകിയെടുത്ത് വാർത്തൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ചിക്കൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ചേർത്തി ഉടനെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് വേണം ഈ ഒരു ചിക്കനെ ആക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. ഒത്തിരി ഒന്നുമില്ല, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ നമ്മുടെ ക്യുമിൻ പൗഡർ, അതായത് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ കുരുമുളകിൻ്റെ പൊടിയും ക്യുമിൻ പൗഡറും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേൽ ചേർത്തിയാൽ മതി. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ചിക്കനെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് എടുക്കണം. അതായത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് കുക്കാവും മുന്നേ നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ പീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ നമ്മുടെ ആ ഒരു ഡോ തയ്യാറാക്കിയതിനകത്ത് വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്തുകൊണ്ട് വരുമ്പം ആ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുക, അതിൽ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഐറ്റംസ് വേണം കേട്ടോ. പക്ഷേ ഈ ഒരു കുക്ക് ചെയ്യേണ്ട ഫില്ലിംഗ് ഇതാ ഇത്രയാണ്, അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കന് വെന്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ചിക്കൻ അത്യാവശ്യം കുക്കാവണം. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 4 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കുറച്ച് സൈസുള്ള കോഴിമുട്ടയാണ്. ചെറുതെടുക്കുന്നതെങ്കിൽ ഒരു 5 എണ്ണം വരെ എടുക്കണം കേട്ടോ ഈ ഒരു അളവിലേക്ക്. ഒരു 4 കോഴിമുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഈ ഒരു സമയം ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്തിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതിനെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്.
അതല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ ആയിട്ടുള്ള ലീഫ് പാർട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അതായത് താഴേക്കുള്ള ആ ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് ചേർക്കുന്നില്ല. ആ ഒരു ഗ്രീൻ പാർട്ട് വരുന്ന ലീഫാണ് നമ്മൾ ചേർക്കുന്നത്. 2-3 പിടി ലീഫ് നമ്മൾ ചേർക്കണം കേട്ടോ. കുഞ്ഞതായി അരിഞ്ഞെടുത്തിട്ട് അതാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഞാനിവിടെ ഉണ്ടാക്കുമ്പം ഈ ഒരു സ്പ്രിംഗ് ഒണിയൻ്റെ ലീഫ് മാത്രമേ ചേർക്കാറുള്ളൂ. പാസ്ലി ലീഫ് ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ മല്ലിയില ചേർക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കോമൺ ആയിട്ട് ഈ ഒരു സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ ലീഫ് മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു മിക്സ് കൂടെ ഈ സമയം ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാ ഇത്രയാണ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഉപ്പും കുരുമുളകൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ അവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒട്ടും തന്നെ ക്രാക്സ് ഒന്നുമില്ല. മാത്രമല്ല തൊട്ട് നോക്കുമ്പോൾ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഡോ കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ പിന്നെ നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ട് വരുമ്പം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഇത് അത്രയും നമ്മൾ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റാണ്. ജസ്റ്റ് ഞാനിതിനെ വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു സൈസിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അതിൽ നിന്ന് ഏകദേശം നമുക്ക് ഈ ഒരു സൈസിൽ നിന്ന് 3 മുതൽ 4 മുത്തബക്ക് വരെ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ ഈ ചെയ്യുന്ന സൈസിലുള്ള 4 വരെ നമുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഓയിൽ മാത്രം ചേർത്തിട്ടാണ് ഇതിനെ പരത്തിയെടുക്കുന്നത് കേട്ടോ. പൊടിയൊന്നും തൂവി കൊടുക്കുന്നില്ല. എന്നതിന് ശേഷം നല്ല പോലെ തിന്നായിട്ട് നമ്മളിതിനെ പരത്തിയിട്ടെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ തിന്നായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം നമ്മളിതിനെ പരത്തിയിട്ടെടുക്കാൻ. അതായത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പാകത്തിന്. അതായത് റൗണ്ട് ഷേപ്പിലല്ല, ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, അതല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതിനെ പരത്തിയിട്ട് എടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ അതും ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകെ പരത്തി കൊടുക്കാതെ സെൻറ്ററിൽ മാത്രമായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വേറിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിന് ശേഷം ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കും. കാരണം വളരെ തിന്നായിട്ടാണ് നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ സൈഡിലൂടെയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മളിതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. ഇതിനകത്തുള്ള ചിക്കനൊക്കെ കുക്കായിട്ടുണ്ടെങ്കിലും ആ ഒരു എഗ്ഗ് കുക്കായിട്ട് വരണം. പിന്നെ നമ്മുടെ ഈ ഒരു മൈദ വെച്ചിട്ടുള്ള ഈ ഒരു ഷീറ്റും നല്ലപോലെ തന്നെ കുക്കായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആവശ്യത്തിന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എൻഡ് സൈഡുകൾ, അതായത് ആ സൈഡ് വശങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വേണം നമ്മളിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. ഇപ്പോൾ ഒരുപാട് വലിയ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഒരു വശം മാത്രം അങ്ങ് നന്നായിട്ട് ഹാർഡായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള 3 മുതൽ 4 വരെ, ഏകദേശം ഈ ഒരു ചെറിയ സൈസാണെങ്കിൽ നമുക്ക് 4 എണ്ണം വരെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം വരെയാണ് ചെയ്തത്. ഒന്ന് കുറച്ച് വലുതായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വശവും കുക്ക് ചെയ്തിട്ട് എടുക്കുക. പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങൾ ഇങ്ങനെ കുക്കാവാണ്ട് കിടക്കുക ഒരു ഷീറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ മുത്തബക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം. സാധാരണ രീതിയിൽ നമ്മൾ മുത്തബക്ക് കഴിക്കാറുള്ളത് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ കൂടെ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിലും കിട്ടുമ്പോൾ നാരങ്ങയും അതുപോലെ സവാളയും പച്ചമുളകൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് മുത്തബക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നല്ല ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്തവരെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.